എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്നതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരു സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് ജീവിക്കുന്നവരാണ്. ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് ആളുകളുമായി അയാൾക്ക് ഇടപഴകേണ്ടി വരും എന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടതോ അല്ലെങ്കിൽ അയാൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതോ വളർത്തിയെടുക്കേണ്ടതോ ആയ ഏറ്റവും മികച്ച കഴിവുകളിലൊന്ന് ആളുകളെ മനസ്സിലാക്കാൻ അറിയണം എന്നതായിരിക്കും, അല്ലെ? ആളുകളെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നലകളിലെ നമ്മുടെ ജീവിതാനുഭവങ്ങളിലുണ്ട്. നമ്മൾ കണ്ടുമുട്ടിയ, നമ്മൾ പരിചയപ്പെട്ട, നമ്മളുമായി അടുത്തിടപഴകിയ, നമ്മളോടൊപ്പം നടന്ന ആരുടെയൊക്കെ മുന്നിൽ നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, ചതിക്കപ്പെട്ടിട്ടുണ്ട്, അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിനെ വേദനിപ്പിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങളും നമുക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ ആകത്തുക എന്ന് പറയുന്നത് ആളുകളെ മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരുന്നു എന്നതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ആളുകളെ മനസ്സിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ജീവിതത്തിൽ നമുക്ക് വലിയ അബദ്ധങ്ങളൊക്കെ പറ്റാതിരിക്കാൻ ആളുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്കത് സാധ്യമാവുക? നമ്മളോട് എല്ലായ്പ്പോഴും സ്നേഹത്തോടെ തേനൂറുന്ന മധുരമുള്ള വാക്കുകളൊക്കെ സംസാരിക്കുന്നവര് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് എന്ന് നമുക്ക് പറയാനാവുമോ? അതുപോലെ നമ്മളോട് പരിഭവം പറയുന്നവരും നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരും പല കാര്യങ്ങളിലും നമ്മളോട് ദേഷ്യം കാണിക്കുന്നവരുമൊക്കെ മോശം ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലായ്പ്പോഴും അങ്ങനെ ആയിരുന്നില്ല എന്ന് നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? നമ്മൾ അന്ധമായി വിശ്വസിച്ച പലരും നമുക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ സമ്മാനിച്ച് കടന്നു പോവുകയും ഇയാൾ ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ അകറ്റി നിർത്തിയ പല ആളുകളും നമുക്കൊരാവശ്യം വന്നപ്പോൾ ഓടി വരികയും ചെയ്ത അനുഭവങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എന്ന് കരുതി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ സംസാരിക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പറഞ്ഞതിന്റെ ചുരുക്കം എന്നത് സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയാനാവണം എന്ന് മാത്രമാണ്. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം ചെറിയ സമയം കൊണ്ട് നമ്മൾ ആരെയും വിലയിരുത്താതിരിക്കുക എന്നതാണ്. അത് നല്ല രീതിയിലാണെങ്കിലും ശരി, മോശമായ രീതിയിലാണെങ്കിലും ശരി. കാരണം ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ആരെയും ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ഓർക്കണം. ചിലപ്പോൾ നമുക്ക് തോന്നും ചില ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാനാവും, ചില ആളുകളെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ചില ആളുകളെ എത്ര ശ്രമിച്ചാലും മനസ്സിലാക്കാനും കഴിയില്ല എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. സത്യത്തിൽ ഈ സമയത്തിന്റെ കണക്കാണോ ആളുകളെ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല, അല്ലെ? സമയത്തിന്റെ കണക്കല്ല നമുക്ക് ആവശ്യം. പകരം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളെ നമുക്കൊരിക്കലും കൃത്യമായിട്ട് മനസ്സിലാക്കാനാവില്ല. പകരം നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ ബുദ്ധിമുട്ടുകളിലുമാണ് നമുക്കൊരാളെ ഏറ്റവും എളുപ്പത്തിലും കൃത്യമായിട്ടും മനസ്സിലാക്കാനാവുക. അതിന്റെ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കും. അവിടെ മറ്റൊരാളുടെ ഒരു ചെറിയ സഹായത്തിന് വേണ്ടി പോലും നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡല്ല. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ അങ്ങനെയല്ല കാര്യങ്ങൾ. അവിടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ആർക്കാണോ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുന്നത് അവർ ഏറ്റെടുക്കും. ആ സമയത്ത് അവരെ നമുക്ക് മനസ്സുകൊണ്ട് തൊട്ടറിയാനും പറ്റും. അതുകൊണ്ടാണ് സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലുമല്ല, നമ്മുടെ സങ്കടങ്ങളിലാണ് ഒരാളെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനാവുക എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കിയാൽ ഈ ആഘോഷവേളകളിലൊക്കെ കൂട്ടം കൂടി മദ്യപിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് സന്തോഷങ്ങളുടെ ഭാഗമാണല്ലോ. അങ്ങനെ മദ്യപിക്കുന്നതിനിടയിൽ നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ സമയത്ത് എല്ലാവരും പരസ്പരം വളരെ സ്നേഹത്തിലായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലും പിരിയാത്ത വലിയ ആത്മാർത്ഥതയുള്ള ആളുകളെ പോലെയൊക്കെ നമുക്ക് തോന്നും. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും സുഖമില്ലാതെ ഇരിക്കുകയോ അതുമല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആളുകളെയൊക്കെ നിങ്ങളൊരു സഹായം ചോദിച്ച് ഒന്ന് വിളിച്ചു നോക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ തേനൂറുന്ന മധുരമുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളെ കൊതിപ്പിക്കുകയും സുഖിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ നമുക്കൊരാവശ്യഘട്ടം വന്നപ്പോൾ ഓടി ഒളിക്കുന്നത് ഒരു പകൽ വെളിച്ചം പോലെ നമുക്ക് കാണാനാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കുറച്ച് സമയം ഒന്നിച്ച് സംസാരിച്ചിരുന്നത് കൊണ്ടോ, കുറച്ച് ദിവസം ഫോണിൽ ചാറ്റ് ചെയ്തതുകൊണ്ടോ, കുറച്ചു കാലം ഒന്നിച്ച് ജോലി ചെയ്തതുകൊണ്ടോ അവരെയൊക്കെ പൂർണ്ണമായും നമ്മളങ്ങ് മനസ്സിലാക്കി കളഞ്ഞു എന്നൊന്നും ചിന്തിച്ചേക്കരുത്.
അതുപോലെ നമ്മളോട് വഴക്കിട്ടവരും നമ്മളോട് പരിഭവം പറഞ്ഞവരുമൊക്കെ മോശക്കാരാണെന്നും വേഗത്തിൽ വിലയിരുത്തരുത്. ആത്മാർത്ഥമായിട്ട് നമ്മുടെ നല്ലത് ആഗ്രഹിച്ച് നമ്മളെ വിമർശിക്കുന്നവരും നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പെട്ടെന്നുള്ള വിലയിരുത്തലിലൂടെ ഒരു നല്ല ബന്ധങ്ങളും ജീവിതത്തിൽ നിന്ന് നമ്മൾ പടിയിറക്കാതിരിക്കുക. ആളുകളെ കൃത്യമായി മനസ്സിലാക്കാൻ സമയമെടുക്കും. ജീവിതത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ സാഹചര്യങ്ങളിലും നമ്മുടെ ചുറ്റിലുമുള്ളവർ നമ്മളോട് എങ്ങനെയാണ് ഇടപഴകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഓരോ വ്യക്തികളെയും കൃത്യമായി മെല്ലെ മെല്ലെ നമുക്ക് തിരിച്ചറിയാനാവുന്നത്. അനുഭവങ്ങളിലൂടെ ആവണം നമ്മുടെ നല്ല ബന്ധങ്ങളെ മനസ്സിലാക്കേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും. പല വിശ്വാസങ്ങളും പല കണക്കുകൂട്ടലുകളും നമുക്ക് തെറ്റിപ്പോകുന്നത് ചെറിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. എന്നാലും നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. പരസ്പരം ജീവിതത്തിൽ ഒരുപാട് ഇടപെടലുകൾ നമുക്ക് നടത്തേണ്ടി വരും. അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുവാനും കഴിയണം. പക്ഷെ ഒന്ന് ഓർക്കുക, അന്ധമായിട്ട് ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പെങ്കിലും അയാളെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഓരോ മനുഷ്യന്റെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അയാളുടെ മനസ്സ് മെല്ലെ മെല്ലെ അയാൾ അറിയാതെ തന്നെ അടയാളപ്പെടുന്നുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലെ ഇടപെടലുകളിലൂടെ ഏറെക്കുറെ നമുക്കവരെ വായിച്ചെടുക്കുവാൻ കഴിയുമെന്ന് ചുരുക്കം. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. അതായത് ഒരുപാട് കാലം കൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാലും അവരൊക്കെ ഒരിക്കലും നമ്മളോട് തെറ്റ് ചെയ്യില്ല എന്നൊന്നും 100% ഉറപ്പൊന്നുമില്ല. കാരണം ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ കൂടപ്പറപ്പാണ് സ്വാർത്ഥത. സ്വാർത്ഥതയ്ക്ക് മുന്നിൽ എത്ര വലിയ ബന്ധവും വികലമാക്കാൻ മടിയില്ലാത്ത ആളുകളും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ മുറുകെ പിടിച്ച ചില വിശ്വാസങ്ങളൊക്കെ തെറ്റിപ്പോകുമ്പോൾ മനസ്സ് വല്ലാണ്ടങ്ങ് പതറിപ്പോവും. ഈ നഷ്ടപ്പെട്ടു പോയ പ്രണയങ്ങളിലൊക്കെ നമുക്കത് കാണാനാവും. ഒരുപാട് കാലം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നിട്ട് അതിലൊരാൾ പിരിയാൻ തയ്യാറെടുക്കുന്നതൊക്കെ ചില സ്വാർത്ഥതയ്ക്ക് മുന്നിലാണെന്ന് കാണാനാവും. എല്ലായ്പ്പോഴും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ചിലതൊക്കെ അങ്ങനെ തന്നെയാണ്. എങ്കിലും ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളും കിട്ടാതിരിക്കാൻ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ കൂട്ടുപിടിച്ച് സമയമെടുത്ത് ആളുകളെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുക. ഇതൊക്കെ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാവണം എന്നതാണ് ഉത്തരം. അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയാതെ പോവുകയും നമ്മളെ മുതലെടുക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും ചെയ്തേക്കാം. ഈ ചെറിയ ജീവിതത്തിൽ ബന്ധങ്ങളുടെ എണ്ണം കൂട്ടി അതിൻ്റെ ഒരു വലിയ കൊട്ടാരം പണിയുന്നതിനേക്കാൾ നല്ല ബന്ധങ്ങളുടെ ഒരു കൊച്ചു കുടിൽ പണിയുന്നത് തന്നെയാണ് മഹത്തരം. അത് നമ്മുടെ ഓർമ്മയിലുണ്ടാവട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.